ഹലോ ഹായ്. ഞാനൊരു മുട്ടക്കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള 2 മുട്ട എടുത്തതിന് അടുപ്പിലിട്ടു. മുട്ട വെള്ളത്തിൽ മുട്ട പൊട്ടാതിരിക്കാൻ വേണ്ടി ഉപ്പിട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ സ്വല്പം ഉപ്പിട്ട് കൊടുത്തു. ഈ മുട്ട ഇവിടെ കിടന്ന് വേകുമ്പോഴത്തേക്ക് നമുക്ക് കറിക്കുള്ള ഇൻഗ്രീഡിയൻസൊക്കെ തയ്യാറാക്കാം. അപ്പം നമ്മുടെ മുട്ടക്കറിക്കുള്ള പാൻ ഞാൻ സ്റ്റവ് വെച്ചെടുപ്പ് വെച്ച് നോക്കിയിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകട്ടെ. അപ്പം നമ്മുടെ എണ്ണ ചൂടായി നോക്കിയിട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി കരിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. സവോള ഇട്ട് കൊടുക്കാം. ബാക്കി സാധനങ്ങൾക്ക് സവോള ഇടണം. മഴന്നിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ സവോള എണ്ണ വഴന്ന് വരുന്നത് ഇഞ്ചി വെളുത്തുള്ളി കൂടെ ചതച്ചം ഇട്ട് കൊടുത്ത് ഇഞ്ചി മറ്റൊരു പച്ചമുളക് മാറ്റിയെടുക്കാം. കൂട്ടത്തിൽ നമുക്ക് ഉപ്പ് കൂടെ ചേർത്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ മസാലയ്ക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്തെടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി, പച്ചമുളക് ഞാൻ ആവശ്യത്തിൻ്റെ അവിടെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സ്വല്പം ഗരം മസാല, സ്വല്പം ചിക്കൻ മസാലയാണ്. എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ മസാലയെല്ലാം നന്നായി മൂത്ത് വന്നിട്ട് നമുക്കിനി തക്കാളിക്ക് ഇട്ട് കൊടുക്കാം. ഇതിനൊക്കെ സ്വല്പം വെള്ളം വെച്ച് നടത്തി വെച്ചെടുക്കാം തക്കാളിക്ക് വേകാൻ വേണ്ടി. നമുക്ക് ഇതിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. എല്ലാം ആയിട്ടുണ്ട് നോക്കാം. തക്കാളിക്കൊക്കെ വെന്തരടിയായി നോക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മുട്ടയും ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഗ്രേവി ഇവിടെ റെഡിയായി. നമുക്ക് നമ്മുടെ മുട്ടയും ഇട്ട് കൊടുക്കാം. മുട്ടയുടെ ഗ്രേവി പിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പം നമുക്ക് നമ്മുടെ മുട്ടക്കറി മൂടിയും തുറന്ന് നോക്കാമല്ലോ. നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡിയായി. നമുക്കിത് സേവിങ് ബൗളിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡിയായി.